ലോക്സഭയിൽ പ്രതിഷേധത്തിൽ എംപിമാർക്കെതിരെ നടപടി വരികയാണ്. കേരളത്തിൽ നിന്ന് ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ എന്നിവർക്കെതിരെ നടപടിയുണ്ട്. മാണിക്കൻ ടാഗോർ, രാജാ വാറിംഗ്, ഗുർജിത് ഔജ്ജല തുടങ്ങിയ 8 എംപിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് വരുന്നത്. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയതിനും കടലാസുകൾ കീറിയെറിഞ്ഞതിനുമാണ് ഈ നടപടി. ലഡാക്ക് സംഘർഷത്തെക്കുറിച്ച് മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളെ ചൊല്ലിയാണ് സഭ ഇന്നലേക്ക് തുടർച്ചയായി ഇന്നും പ്രക്ഷുബ്ധമായി മാറിയത്. പിന്നാലെ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നിരന്തരമായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന BJPയും മന്ത്രിമാരും ജനാധിപത്യത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ ഇന്നലെ ഉച്ച മുതൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിക്കുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. നിരന്തരമായി ഈ വിഷയം പ്രതിഷേധ രൂപേണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. വളരെ കൃത്യമായി അമേരിക്കയുമായിട്ടുള്ള താരിഫ് ഡീലിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞു. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട്, ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറെ തകർക്കുന്നതാണ്, ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ടാണ് ഈ ട്രേഡ് ഡീല് ഒപ്പിട്ടത് എന്ന് രാഹുൽ ഗാന്ധി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 40% ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് അത് റഷ്യയിൽ നിന്നായിരുന്നു. അത് നിർത്തലാക്കണമെന്ന് പരിപൂർണമായി സമ്മതിച്ചുകൊണ്ട് 1% പോലും താരിഫില്ലാതെ US പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണം. 18% US ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ്. ഇങ്ങനെയുള്ള ഏറ്റവും ജനാധിപത്യത്തെ തകർക്കുന്ന, ഇന്ത്യയുടെ താല്പര്യങ്ങളെ തകർക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ എഴുന്നേറ്റത്. പക്ഷേ അദ്ദേഹത്തെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോഴാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധം ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് വരെ തുടർന്നു കൊണ്ടുപോകുന്നു. ഈ സസ്പെൻഷൻ ഞങ്ങളൊരു അംഗീകാരമായി കാണുകയാണ്. സസ്പെൻഷനെ കുറിച്ചുള്ള പ്രതികരണമാണ് ഹൈബി ഈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം. നടപടിയെടുത്തിരിക്കുകയാണ്. ലോക്സഭയിൽ പ്രതിഷേധത്തിൽ എംപിമാർക്കെതിരെ നടപടി. ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, മാണിക്യം ടാഗോർ, രാജാ വാറിംഗ് ഉൾപ്പെടെയുള്ള എംപിമാരെ സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ തീരുമാനം. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും കടലാസുകൾ കീറിയെറിഞ്ഞു എന്നതിനുമാണ് ഈ നടപടികൾ വരുന്നത്. ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട് മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. അതിന് പിന്നാലെ ഉണ്ടായ സാഹചര്യത്തിന്റെ തുടർച്ചയാണ് ഇന്നും ഉണ്ടായത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ എംപിമാരെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. Of the misconduct of Sri Manikam Tagore, Sri Amrinder Singh, Raja Waring, Sri Gurjit Singh Aulia, Sri Hebi Eden, Prashant Padole, Sri Dean Kuryakos, S. Venkatesh and Kiran Reddy in utter disregard to the House and the authority of the chair through reaching to the table of Secretary General and other officers in the well of the House and throwing papers on the chair and having been named by the chair, resolved that the above mentioned members may be suspended from the services of the House for the remainder of the session under Rule 3742. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, സഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് ഈ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ പ്രതികരണം. പി ബസന്ത് അത്രമേൽ പ്രതിരോധത്തിൽ കേന്ദ്ര സർക്കാരിനെ എത്തിക്കുന്ന തരത്തിലായിരുന്നു MM നരവനെയുടെ പുസ്തകത്തിലെ ഭാഗങ്ങൾ. അക്കാര്യം സഭയിൽ ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. അതിന്റെ തുടർച്ച ഇന്ന് ഏത് തരത്തിലാണ് ഇരു സഭകളിലും പ്രതിഫലിച്ചത്? നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, ഇപ്പോൾ 8 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിൽ ഇറങ്ങുകയും സെക്രട്ടറി ജനറലിന്റെ മേശയ്ക്ക് മുകളിൽ കയറിയിട്ട് കടലാസുകൾ കീറിയെറിയുകയും ചെയ്ത നടപടിക്ക് 8 എംപിമാരെ 7 കോൺഗ്രസ് എംപിമാരും 1 CPM എംപിയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസുമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിലുള്ളത്. ഇവർക്ക് 8 പേർക്കെതിരെയുള്ള സസ്പെൻഷൻ സമ്മേളന കാലയളവിലേക്കാണ്. കൂടുതൽ എംപിമാരെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. നാളെയും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ സഭാ കവാടത്തിൽ നാളെ ധർണ്ണ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ കൂടുതൽ എംപിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നാളെ ഉണ്ടാകും. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും ലഡാക്ക് വിഷയം ഉന്നയിക്കുകയും അത് തടയാൻ ഭരണപക്ഷം പരമാവധി ശ്രമിക്കുകയും ചെയ്തു. വിഷയം വളരെ പ്രധാനമായി രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. അപ്പോൾ
രാഹുലിനെ ഏത് തരത്തിൽ തടയാനാണ് ശ്രമിച്ചത്? ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റെന്തെങ്കിലും വിശദീകരണമോ മറുപടിയോ ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ പറയുന്നത് സ്പീക്കർ ഇന്നലെ ഈ വിഷയത്തിൽ ഒരു റൂളിംഗ് നൽകി കഴിഞ്ഞു. അതായത് ഈ വിഷയം സഭാ ചട്ടങ്ങൾ പ്രകാരം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സഭയുമായി ബന്ധമില്ലാത്തൊരു വിഷയം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ആ റൂളിംഗ് മറികടന്ന് രാഹുൽ ഗാന്ധി വീണ്ടും ഈ വിഷയം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഭരണപക്ഷം സ്വീകരിക്കുന്നത്. ഇന്ന് അധ്യക്ഷ പദവിയിലിരുന്ന TDPയുടെ രാമചന്ദ്ര തെന്നേറ്റിയും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. അതായത് ഈ വിഷയം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധിയെ സംസാരിച്ചുകൊണ്ട് വെച്ച് തന്നെ നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്പീക്കറുടെ റൂളിംഗ് കൂടി കണക്കിലെടുത്തുകൊണ്ട് മറ്റ് പ്രാസംഗികരിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നരേഷ് ഉത്തം, തൃണമൂൽ കോൺഗ്രസിന്റെ ശതാബ്ദി റോയ് എന്നിവരെ പ്രസംഗിക്കാൻ വിളിച്ചെങ്കിലും അവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ജയന്തിയിലെ സഖ്യകക്ഷിയായ TDPയുടെ ഹരീഷ് ബാലയോഗിയെ സംസാരിക്കാൻ വിളിക്കുകയായിരുന്നു. ഹരീഷ് ബാലയോഗി സംസാരിക്കാൻ നിൽക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്തേക്ക് ഇടികയറുകയും കടലാസുകൾ വലിച്ചെറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ വന്നിരിക്കുന്നത്. BJP അംഗങ്ങൾ നൽകിയ പരാതി പരിഗണിച്ചാണ് സ്പീക്കറുടെ നടപടി.